സർക്കാരാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ശക്തമായ അഴിമതി ആരോപണം ഉന്നയിച്ച് ഗവൺമെന്റിനെ അല്ലെങ്കിൽ പിണറായിയെ പ്രതിക്കൂട്ടിലാക്കാൻ അതിന് പ്രാപ്തിയുള്ള ഒരു നേതാവ് അപ്പുറത്തില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. VSനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പറയുന്ന കാര്യം ചെയ്യും, അതിൻ്റെ അങ്ങേയറ്റത്ത് പൂർണ്ണതയിലെത്തിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി ജനങ്ങൾക്കുണ്ടായിരുന്നു. ഗോവിന്ദചാമിയുടെ കേസ് എന്ന് പറയുന്നത് വളരെ സെൻസേഷണൽ ആയിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. ഗോവിന്ദചാമി ജയിലിൽ ചാടുമ്പോഴും അത് LDFന്റെ പരാജയമാണ്, പിണറായിയുടെ പരാജയമാണെന്ന് പറഞ്ഞത് അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ജയിൽ ചാട്ടം എന്നുള്ളത് ജയിലുള്ള കാലം തൊട്ടുള്ളതാണ്. ഈ ഒരു ഭിക്ഷക്കാരനായിരുന്ന ഗോവിന്ദചാമി എങ്ങനെയാണ് സുപ്രീം കോടതി വരെ പോയത്? അയാൾ ഒരു കാരണവശാലും ജയിൽ ചാടേണ്ടിയിരുന്നില്ല, ചാടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടിരുന്നില്ല. അവിശ്വസനീയമായ രീതിയിലുള്ള ജയിൽ ചാട്ടമാണ് ഈ ഒരു കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദസ്വാമി നടത്തിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഗവൺമെൻറ് അതിനോട് പ്രതികരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു മൂന്നാം വട്ടം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലോ മറ്റാരുടെയെങ്കിലും നേതൃത്വത്തിലോ LDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സർ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വോട്ടർ ലിസ്റ്റൊക്കെ പുറത്തു വന്നത് സമയമാണ്. അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്തായിരിക്കാം ഒരു പിണറായി സർക്കാരിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? പല രീതിയിൽ 2021 ഒരു തുടർഭരണം വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു എഫക്റ്റ് അല്ല നിലവിലുള്ള പിണറായി സർക്കാരിനോട് നമ്മുടെ ജനങ്ങൾക്കുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ആ ഒരു വിരുദ്ധത അല്ലെങ്കിൽ ആ ഒരു സർക്കാരിനോടുള്ള ഒരു മനോഭാവം ഈ 2026 ഇലക്ഷനിലും ബാധിക്കുമോ? 2021 തുടർഭരണം കിട്ടി. അത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു സംഗതി അല്ല. അതിനു മുമ്പ് അങ്ങനെയൊരു വിജയത്തിന് സഹായകമായി തീരാവുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചു. കോവിഡ്, പ്രളയം, ആ വക കാര്യങ്ങൾ അത് ജനങ്ങൾ സമ്പൂർണ്ണമായും നിസ്സഹായാവസ്ഥയിലായിപ്പോയൊരു കാലമായിരുന്നു. ആ സമയത്ത് ഗവൺമെൻറ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നമ്മോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള അതൊരു വലിയൊരു കോൺഫിഡൻസ് കിട്ടിയ സംഭവമാണ്. അതിൻ്റെ പ്രതിഫലനം ശരിയായ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ കണ്ടു. അങ്ങനെയാണ് 5 വർഷം കൂടി രണ്ടാം പ്രാവശ്യവും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ജനങ്ങൾ പിന്തുണ നൽകിയത്. അത് തന്നെ ഒരു അത്ഭുതമാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് അച്യുതമേനോൻ 2ാം പ്രാവശ്യം മുഖ്യമന്ത്രിയായി എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി തന്നെ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിനും വേണമെങ്കിൽ ഒരു 2ാം ഊഴം കിട്ടുമായിരുന്നു. അതിന് മറ്റു പല പ്രശ്നങ്ങളും ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ 2ാം ഊഴം കഴിഞ്ഞ് 3ാം ഊഴം കൂടി കിട്ടും അല്ലെങ്കിൽ കിട്ടണം, അതിനുവേണ്ടി പാർട്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ CPMൻ്റെ നിലപാട്. അത് ആദ്യമൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി ഒരു അതിരുവിട്ട ആഗ്രഹമല്ലേ, ലക്ഷ്യമല്ലേ എന്ന് തോന്നിയിരുന്നെങ്കിലും പിന്നീട് കേരളം ഏറെക്കുറെ അത് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എതിരാളികൾ പോലും. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി, അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നെങ്കിലും ഒരു DCC പ്രസിഡന്റ്, അത് പാലോട് രവിയെ പോലെ ഒരു പരിചയസമ്പന്നനായ ഒരു വെറ്ററൻ എന്നൊക്കെ വിളിക്കാവുന്ന രാഷ്ട്രീയ നേതാവ്, LDFന് അവരുടെ എതിരാളിയല്ലേ, ആ LDFന് 3ാം വട്ടം അവർ അധികാരത്തിൽ വരും, കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞത് ഏത് സാഹചര്യത്തിൽ എന്തുദ്ദേശത്തോടെയാണ്, അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർട്ടിയുടെ നിബന്ധന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ആരോഗ്യസ്ഥിതി അനുസരിച്ചും പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനെ നയിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഭരണം കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹം ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ LDF തുടരണം എന്ന് ജനങ്ങൾ
ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതെന്തോ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. 2026 മെയ്യിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അന്ന് വരെ ഈ ഒരു ട്രെൻഡ് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഒന്നും ഉറപ്പിച്ച് പറയാൻ, കാരണം പൊളിറ്റിക്സ് അങ്ങനെയാണ്. തലേ ദിവസം വരുന്ന സംഭവങ്ങൾ പോലും വോട്ടർമാരെ സ്വാധീനിക്കും. ഇപ്പോൾ LDFന് ഒരു മൂന്നാമത്തെ വിജയം നേടുന്നതിന് അനുകൂലമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിലനിർത്തുകയും എത്രമാത്രം പ്രയോജനപ്പെടുത്തുകയും ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ LDFന് അങ്ങനെ ഒരു മേൽക്കൈ ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അവർ കുറേ അധികം വാഗ്ദാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2021 ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്. ആ ഒരു വാഗ്ദാനങ്ങളുടെ ഒരു 900 വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 700 അവർ പാലിച്ചുവെന്നാണ് ഓരോ മന്ത്രിയും മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് അഴിമതിയുടെ കഥകളും കറപ്ഷൻ്റെ ആണെങ്കിലും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ ആ ഒരു പ്രശ്നമാണെങ്കിലും, ഇനിയിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യമാണെങ്കിലും, വീണ ജോർജിൻ്റെ കാര്യമാണെങ്കിലും, ഒരുപാട് പ്രശ്നങ്ങളും കൂടെ ഉയർന്നു വന്നൊരു കാലഘട്ടം കൂടെയായിരുന്നു ഇത്. ഇപ്പോൾ ഈ അടുത്തിട്ടാണെങ്കിൽ നമ്മുടെ ശിവൻകുട്ടിയുടെ പുതിയൊരു പ്രസ്താവന തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ഒരു അഴിച്ചുപണി എന്ന രീതിയിലേക്ക് 2021 മുൻപ് എന്തൊക്കെ പ്രശ്നങ്ങളാണോ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് ഒരുപാട് വികസനങ്ങൾ എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒഴുക്കുന്നത്. അതേപോലെ VCയുടെ പ്രശ്നമാണെങ്കിലും സർക്കാർ ഒരു നിലപാട് എന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐഡിയൽ വാദം തന്നെ, മാറ്റം. അത് ഞങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത്തരം ഒരു അഴിമതി കഥകൾ, ഈ ഒരു കറപ്ഷൻ്റെ ഭാഗമായിട്ടുള്ളത്, ഇത് എന്തായാലും സർക്കാരിനെ തിരഞ്ഞെടുപ്പിന് ബാധിക്കുന്നൊരു ഫാക്ടർ തന്നെയല്ലേ? അല്ല, സർക്കാരാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഏത് സർക്കാരിനെതിരെയും അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം അത് ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങൾ ഉന്നയിക്കും. പക്ഷെ അതിനൊക്കെ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നതൊരു പ്രശ്നമാണ്. വിശ്വാസ്യതയോടെ അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ വിശ്വാസ്യതയുള്ള നേതാവ് ഉണ്ടാകണം. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്തും ധാരാളം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല. ലാവലിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണല്ലോ അദ്ദേഹം ആദ്യവട്ടം ജയിച്ച് മുഖ്യമന്ത്രിയായത്. അപ്പോൾ പിന്നീടും പല കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വന്നു, ഇപ്രാവശ്യവും പലതും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഒരു ശക്തമായ അഴിമതി ആരോപണം ഉന്നയിച്ച് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ പിണറായിയെ പ്രതിക്കൂട്ടിലാക്കാൻ അതിന് പ്രാപ്തിയുള്ള ഒരു നേതാവ് അപ്പുറത്തില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ദേശീയ തലത്തിലെടുക്കുക, എപ്പോഴും അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ ജയപ്രകാശ് നാരായൺ അഴിമതിക്കെതിരെ സമരം ആരംഭിച്ചപ്പോഴാണ് അവിടുത്തെ അന്നത്തെ വിദ്യാർത്ഥികളൊക്കെ രംഗത്തിറങ്ങി. അതാണ് പിന്നീട് സമ്പൂർണ്ണ വിപ്ലവം എന്ന പേരിൽ മാറി. പിന്നീട് അടിയന്തരാവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകേണ്ടി വന്നു. അണ്ണാ ഹസാരെ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹത്തിന് നേരിട്ട് റോളൊന്നുമില്ലെങ്കിലും ആം ആദ്മി എന്നൊരു പാർട്ടി ഉണ്ടായി. ഡൽഹി, പഞ്ചാബ് 2 സംസ്ഥാനങ്ങളും അവർ ഭരണം തന്നെ പിടിച്ചെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസ്യതയുള്ള ഒരു നേതാവ് വേണം. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബോഫോഴ്സിനെതിരെ VP സിംഗ് സംസാരിച്ചപ്പോൾ ജനം അംഗീകരിച്ചു. അങ്ങനെയാണ് ഗവൺമെൻറ് തന്നെ മാറിയത്, ഭരണമാറ്റം ഉണ്ടായത്. ഇവിടെ പ്രതിപക്ഷം VD സതീശനാണെങ്കിലും KPCC പ്രസിഡന്റ് ഇപ്പോൾ മാറ്റി നിർത്താൻ നോക്കും. ദിവസവും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നതാണ് തങ്ങളുടെ കടമ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. അഴിമതി ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ VS എന്താ ചെയ്തത്? ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നു. അദ്ദേഹം കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ പോയി. ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അതാണ് കമ്മിറ്റ്മെൻറ്റ്. ഒരു കാര്യം പറഞ്ഞാൽ VSനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, പറയുന്ന കാര്യം ചെയ്യും, അതിൻ്റെ അങ്ങേയറ്റത്ത് പൂർണ്ണതയിലെത്തിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി ജനങ്ങൾക്കുണ്ടായിരുന്നു. ഓരോ ദിവസവും പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ പ്രവർത്തകരെ കാണുമ്പോൾ
ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുക, അടുത്ത ദിവസം മറ്റൊന്ന് പറയുക, പിന്നെ പോവുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ പേരിലൊന്നും ജനങ്ങളുടെ നിലപാട് മാറില്ല. ജനങ്ങൾ നോക്കുന്നത് ഈ ഗവൺമെൻറ്, ഇവരുടെ ഭരണം, ഈ ഭരണം കൊണ്ട് നമുക്കെന്ത് നേട്ടം കിട്ടും, അതാണല്ലോ ഓരോരുത്തരും നോക്കുന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആകണമെന്നില്ല ജനങ്ങളുടെ മനസ്സിൽ ഉള്ളത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ജൂലൈ വരെ ഉള്ളത് കൊടുത്തു. സാധാരണ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ UDFിൻ്റെ കയ്യിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുമ്പോൾ LDFന് 10-12 മാസത്തെ കുടിശ്ശിക കൂടി ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ജൂലൈ കഴിയുന്നതല്ലേ ഉള്ളൂ. ജൂലൈ വരെയുള്ള കുടിശ്ശിക ധനവകുപ്പ് അനുവദിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്ന ഒരു നല്ല കാര്യമാണ് ആശാപ്രവർത്തകരുടെ വിഷയം അവസാനിപ്പിക്കണമായിരുന്നു. അതൊരു പരാജയമായി, ബ്ലാക്ക് മാർക്കായി നിൽക്കും. പക്ഷേ അതിനും പരിഹാരം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഓരോ കാര്യം, ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുമ്പോഴും അത് LDFിൻ്റെ പരാജയമാണ്, പിണറായിയുടെ പരാജയമാണെന്ന് പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ജയിൽ ചാട്ടം എന്നുള്ളത് ജയിലുള്ള കാലം തൊട്ടേ ഉള്ളതാണ്. നമ്മുടെ കാലത്ത് ചാൾസ് ശോഭാരാജ് അതിൽ എക്സ്പെർട്ടാണ് ജയിലിൽ ചാടുക എന്നുള്ളത്. ചാടി അയാളെ പിടിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുടെ പേരിലൊന്നും വോട്ട് അല്ലെങ്കിൽ ഒരു വോട്ടർമാർ സ്വീകരിക്കുന്ന നിലപാടിൽ മാറ്റം വരില്ല. ഞാനിപ്പോഴും വളരെ പോസിറ്റീവായി കരുതുന്നത് LDFിൻ്റെ ഒരു വിജയം നമുക്ക് കാണേണ്ടി വരും എന്ന് തന്നെയാണ്. ശരി, പറഞ്ഞ പോലെ ഗോവിന്ദസ്വാമിയുടെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോവിന്ദസ്വാമിയുടെ കേസ് എന്ന് പറയുന്നത് വളരെ സെൻസേഷണലായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ സുപ്രീം കോടതി വരെ പോയൊരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഭിക്ഷക്കാരനായിരുന്ന ഗോവിന്ദസ്വാമി എങ്ങനെയാണ് സുപ്രീം കോടതി വരെ പോയത്, ആ ഒരു വിഷയം. അതിനുശേഷം ആ ഒരു പ്രതി, അല്ലെങ്കിൽ അത്രയും സെൻസേഷനായിട്ടൊരു കേസിൻ്റെ പ്രതിയെ ആ ഒരു സിസ്റ്റം സൂക്ഷിക്കേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. അയാൾ ഒരു കാരണവശാലും ജയിലിൽ ചാടേണ്ടിയിരുന്നില്ല, ചാടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടിരുന്നില്ല. കാരണം 24 മണിക്കൂറും CCTV ക്യാമറ ഉള്ള ഒരു സ്ഥലമാണ് ആ ഒരു ജയിലെന്ന് പറയുന്നത്. അവിടെയാണ് അയാൾക്ക് അവിടെ ഇത്രയും ഒരു അവസരം കിട്ടിയത്. അതേപോലെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചപ്പാത്തി മാത്രം കഴിക്കാനേ പറ്റുള്ളൂ എന്ന രീതിയിൽ എഴുതി വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിൽ, കാരണം ഇന്ന് പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇന്ന് യോഗം കൂടുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഇനി സിസ്റ്റം കുറേ കൂടെ ശക്തമാകണം, ഇനിയൊരു പുതിയൊരു വിവാദം ഉണ്ടാവരുത് 2026 എന്ന നിലയിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതെ, സർക്കാർ ചെയ്യേണ്ടത് അതാണല്ലോ. നമ്മൾ ഗോവിന്ദസ്വാമിയല്ല, അതിനേക്കാൾ വലിയ ചാൾസ് ശോഭാരാജൻ്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ്. ജയിൽ ചാടാൻ തീരുമാനിച്ചാൽ അവർ ജയിൽ ചാടിയിരിക്കും. അതിനുള്ള എത്ര പഴുതടച്ച സംവിധാനമാണെങ്കിലും അവർ പഴുതുകൾ കണ്ടെത്തും. അവിശ്വസനീയമായ രീതിയിലുള്ള ജയിൽ ചാട്ടമാണ് ഈ ഒരു കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദസ്വാമി നടത്തിയിരിക്കുന്നത്. മറ്റാരുടെയും സഹായമുണ്ടോ അതൊക്കെ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. മണിക്കൂറുകൾക്കകം അയാളെ പിടികൂടി എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നേട്ടം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ദോഷമെന്ന് ഞാൻ പറഞ്ഞത്. എന്ത് കണ്ടാലും, രാവിലെ പത്രം എടുത്ത് എന്ത് വാർത്ത കണ്ടാലും ഉടനെ അത് പിണറായിക്കെതിരെ അല്ലെങ്കിൽ LDF സർക്കാരിനെതിരെ ഒരു ആരോപണമാക്കി മാറ്റുക. അതൊന്നും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ജനങ്ങളുടെ നിലപാട് അങ്ങനെ ചഞ്ചലമല്ല. ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. പല കാരണങ്ങളും ഇപ്പോൾ നമ്മൾ VSനെ കാണാൻ കൂടിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രമല്ല എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടാകുമല്ലോ. ഇങ്ങനെ ഒരു നേതാവ്, ആ നേതാവിൻ്റെ പാർട്ടി CPM, LDF, അങ്ങനെയൊക്കെ അതൊക്കെ അവരുടെ മനസ്സിൽ വരാവുന്ന കാര്യങ്ങളാണ്. എന്നതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സംഭവങ്ങൾ, അപകടങ്ങൾ എല്ലാം ഉണ്ട്. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതെവിടെയാണ് സംഭവിക്കാതെ പോകുന്നത്? ഇപ്പോൾ ധർമ്മസ്ഥലയിൽ 500ഓളം പേരെ ഒന്ന് കുഴിച്ചു മൂടി എന്നല്ലേ പറയുന്നത്. അന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ ഗവൺമെൻറ്? കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും ഭരിച്ച സംസ്ഥാനമാണ്. അങ്ങനെയാണ്. ഒന്നാലോചിച്ച് നോക്കുക, കേരളത്തിലാണ് ഈ 500 പേരുടെ ഒരു ആരോപണം വരുന്നതെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? അവിടെ ആരും പറയുന്നില്ല. സിദ്ധരാമയ്യ രാജിവെക്കണമെന്ന് ആരും പറഞ്ഞതായി ഞാൻ കേട്ടില്ല. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കാണാൻ അല്ലെങ്കിൽ കേൾക്കാനോ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് എങ്ങനെയാണ് ആ ഗവൺമെൻറ് അതിനോട് പ്രതികരിക്കുന്നത്?
കൈകാര്യം ചെയ്യുന്നത്, അതാണ് പ്രശ്നം, അതാണ് വിഷയം. അവിടെയാണ് ജനങ്ങളുടെ കോൺഫിഡൻസ് നേടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. വലിയ തോതിലുള്ള ചില മാറ്റങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മൾ 2026 ഒരു പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളത് നേടിയെടുക്കണം, സമ്പാദിക്കണം. അതിനാവശ്യമായ ചില മാറ്റങ്ങളും വരുത്തണം. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. അതൊക്കെ കുറേയൊക്കെ സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് ഒരു 3ാം വട്ടം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലോ മറ്റാരുടെയെങ്കിലും നേതൃത്വത്തിലോ LDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ പിണറായി വിജയൻ ആയിരിക്കില്ല എങ്കിൽ അടുത്തതായത് ആരായിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? അതെനിക്ക് പറയാൻ കഴിയില്ല. MV ഗോവിന്ദൻ എന്നൊരു പേര് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇപ്പം ഏത് പേര് ഉയർന്നു കേട്ടാലും അതാകണമെന്നില്ല. കാരണം CPM-ൻ്റെ ഒരു രീതി അതാണ്. കാരണം കഴിഞ്ഞ തവണ പിണറായി സർക്കാർ, അല്ലെങ്കിൽ ആദ്യ തവണ പിണറായി സർക്കാർ കയറുന്ന സമയത്ത് എല്ലാവരും ആണോട് ആഗ്രഹിച്ചൊരു പേരായിരുന്നു VS-ൻ്റേത്. അന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു VS തന്നെ ആയിരിക്കാം മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ളത്. ആ ഒരു സമയത്തായിരുന്നു പ്രായത്തിൻ്റെ ആ ഒരു കാര്യവും പറഞ്ഞിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്തിട്ടാണ് ആ ഒരു പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാമെന്നുള്ളത്. നിലവിൽ പാർട്ടിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുക്കുകയാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും പിണറായി വിജയൻ ആയിരിക്കില്ല. ചിലപ്പോൾ ബി അദ്ദേഹം തന്നെ തുടരാനും ചാൻസ് ഉണ്ട്, പക്ഷെ ആയിരിക്കില്ല. എന്നാലും ഉയർന്നു കേൾക്കുന്ന കുറേയധികം ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇനി അടുത്ത വീണ്ടും ഇതേ സർക്കാർ തന്നെ പിന്തുടർച്ചയായിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് എങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു നേതാവ് ആരായിരിക്കാം? ഒരു നിശ്ചയവുമില്ല. കാരണം 1996 LDF അധികാരത്തിൽ വന്നപ്പോൾ മത്സരിക്കാതിരുന്ന MLA പോലും ആകാതിരുന്ന EK നായനാർ മുഖ്യമന്ത്രിയായി. അന്ന് മുഖ്യമന്ത്രി ആകാണ്ടിരുന്നത് VS ആയിരുന്നു. പക്ഷെ VS മാരാരിക്കുളത്ത് തോറ്റു. പിന്നെ മറ്റാരെങ്കിലും അല്ലേ, ജയിച്ചു വന്ന MLA-മാരിൽ നിന്നാണല്ലോ മുഖ്യമന്ത്രി ഉണ്ടാവേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ആയത് MLA ആകാതിരുന്ന EK നായനാർ. അതുപോലെ പല പ്രതീക്ഷകളും പല തിരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട്. KR ഗൗരി മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു ഘട്ടത്തിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയൊക്കെ വരുമ്പോൾ പാർട്ടിയും കുറച്ചൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകാം, അങ്ങനെ കരുതിക്കോട്ടെ എന്ന്. പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ ആയില്ലല്ലോ, മറ്റൊരാൾ വരുന്നു. അതുകൊണ്ട് പാർട്ടിയുടെ ആ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ കോൺഗ്രസിലൊക്കെ സംഭവിക്കുന്നത് പോലെ എല്ലാവരും ഒന്നിങ്ങനെ ക്ലെയിം ചെയ്യുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയി ഭീഷണിപ്പെടുത്തുക, അതൊന്നും അല്ല ഇവിടുത്തെ രീതികൾ. അതുകൊണ്ട് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ പലരുമുണ്ട്. എനിക്ക് ഒരു പേരും പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. കാരണം സമയം ഇനിയും കിടക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു.